രാവിലെ ഫോണുമായിട്ട് ഇരുന്നോളും. ആകാശം ഇടിഞ്ഞു വീണാലും ഗെയിം വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്ത് കാര്യ? ഇന്ന് തിരുവോണമാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇവിടുത്തെ ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്നെ അടുക്കള ജോലി സഹായിച്ചേ പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും എനിക്ക് തിരുവോണല്ലേ? എന്നും ഞാൻ തന്നെയല്ലേ ഇവിടെ പണിയണത്. നിങ്ങൾ എന്നാണാവോ ഇവിടെ പണി എടുത്തിട്ടുള്ളത്? നീ ആ വർത്താനം പറയരുത്. നീ ഒരു വർത്താനം പറയരുത്. ഉത്തരാടത്തിന്റെ അന്ന് സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത ബിവറേജിന്റെ ക്യൂ പോയി 2.5 ലിറ്റർ ഇവിടെയും 2.5 ലിറ്റർ കച്ചത്തും ഒരു ഫുള്ള് ബാക്കിൽ വിടവിലും വെച്ച് വന്ന് കഷ്ടപ്പെട്ട് വന്ന് എന്നോട് പണി ചെയ്തില്ല. നീ പറയില്ലേ പോലെ? അയ്യോ, അതൊരു വല്ലാത്തൊരു സഹായമായി പോയി ഈ കുടുംബത്തിന് വേണ്ടിട്ട്. കള്ളം മേടിച്ചോണ്ട് വരുന്നല്ലേ നിങ്ങൾ ഈ കുടുംബത്തിന്? ഞങ്ങൾ ആണുങ്ങൾക്ക് എന്നാ പിന്നുള്ള ഇതല്ലേ എന്റർടൈൻമെന്റ് ഉള്ളൂ. അല്ല എന്തേ എന്തേ അവൻ വിളിക്കുന്ന ചേട്ടാ. ആര്? ആ മറ്റേ ഞരമ്പനില്ലേ? ഏതാണ്? ചേട്ടൻ വീട്ടിലില്ലാത്തപ്പോഴത്തേക്ക് എന്നെ ഒരുത്തം വിളിക്കുമെന്ന് ഞാൻ പറയാറില്ലേ? ഞാൻ റേഷൻ കടയിൽ നിൽക്കുമ്പോഴത്തേക്ക്, യോ ചേച്ചി ഇന്ന് റേഷൻ കടയിൽ ഇട്ടോണ്ട് വന്ന ചുടിദാർ എന്തൊരു ഭംഗിയായിരുന്നു, ഇന്ന് അമ്പലത്തിൽ ഇട്ടോണ്ട് വന്ന സെറ്റ് മുണ്ട് ഉടുത്തിട്ട് എന്തൊരു ഭംഗിയായിരുന്നൊക്കെ പറയണ. ആ ഞരമ്പൻ അവനായി വിളിച്ചോണ്ടിരിക്കുന്നത്. ഫോൺ എടുക്ക. അവനാണെങ്കിൽ ഫോൺ എടുത്തോ? നീ എന്തിനാ ഫോൺ എടുക്കുന്നത്? അവനിട്ടൊരു പണി നമുക്ക് കൊടുക്കണം. നീ പേടിക്ക. നീ ഫോർത്തേ ഞാൻ പറഞ്ഞു തന്നതുപോലെ നീ പറഞ്ഞാ മതി. അത് വേണോ? അത് വേണം. നീ എടുത്ത് ലൗഡ് സ്പീക്കറിലിട്ടോ. ലൗഡ് സ്പീക്കറില് ഹലോ ചേച്ചി. ഇതേതാ കാട്ടുപട്ടിയുടെ സൗണ്ട്? ഹലോ ഹലോ ഹലോ. എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. സാധാരണ ഞാൻ വിളിച്ചാ ചേച്ചി ഫോൺ എടുക്കൂല. എടുത്തോണ്ട് ഓടി. ആരെടുത്തോണ്ട് ഓടിയെന്ന്? അല്ല, എടുക്കാൻ തോന്നിന്ന്. ചേട്ടൻ എന്ത് ജോലിയാ? ചേട്ടനെ തൊഴയാൻ പോയി. വള്ളം കളിക്കാരനാണോ? അല്ല, വള്ളംകളിയല്ല. ചേട്ടന് പിന്നെ ട്രാഫിക് പോലീസിലാ. പൊട്ടി ഞാൻ പെയിന്റ് പണിക്കാരനാണെന്ന് പറയാനല്ലേ പറഞ്ഞേ? പെയിന്റ് പണിക്കാരനാണോ നിങ്ങൾ? ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്ന ഗോഷ്ടി എനിക്ക് മനസ്സിലാവണ്ടേ? എന്തായാലും അവനെ കൊണ്ടുള്ള ശല്യം തീർന്നല്ല. ഇവനെ ഞാൻ ഇതിലും വലുതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നാണമില്ലാതെ വീണ്ടും വിളിക്കും. ഇവനെ കൊണ്ടുള്ള ശല്യം തീരാന്ന് മുകളിൽ ഇവൻ ഇപ്പൊ തന്നെ വിളിക്കും.